എന്തൊരു അഴകട കാണാൻ വേണ്ടി ഒരു കാര്യം പറയാം. പിന്നെ പീസുകൾ ഇറക്കുകയും ചെയ്ത് അതുപോലെ തന്നെ പടം കാണാൻ പ്രത്യേക ശ്രദ്ധയ്ക്ക് 5 ചട്ടിയെങ്കിലും ഇട്ടുകൊണ്ട് വരണം. അല്ലാതെ ഈ പടം കാണാൻ ടോക്സിക് എന്നുള്ളൊരു കിന്നാര തുമ്പിയെന്ന് മാത്രം ഇട്ടാൽ മതി പേര്. അവിടെ അങ്ങനെ നമ്മുടെ റോക്കി ബായ് തിരിച്ചു വന്നിരിക്കുകയാണ്. നീണ്ട 4 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ നമ്മുടെ റോക്കി ബായ് തിരിച്ചു വന്നിരിക്കുന്നു ടോക്സിക്കിലൂടെ. എന്ത് പടം കണ്ടിറങ്ങിയ പ്രേക്ഷകർ ഒന്നടങ്കം പറയുന്നു, വാവ്, ഇത് ടോക്സിക് അല്ല, ടോർച്ചർ ആണോ, ടോർച്ചർ, ഞങ്ങളെ ടോർച്ചർ ചെയ്ത് കൊല്ലാൻ വേണ്ടി ഉണ്ടാക്കി വെച്ച പടമാണോ എന്നാണ് ആളുകൾ ചോദിക്കുന്നത്. ഒന്ന് ഈ ഒരു ചെറിയ ക്ലിപ്പ് ഒന്ന് കണ്ടു നോക്ക്. 4 വർഷമായി വളരെയധികം ഹൈപ്പിൽ കൊണ്ടുവന്ന ഒരു പടം ഓണത്തിന്റെ റിലീസാകുന്നു. പ്രേക്ഷകർ പ്രതീക്ഷയോടെ ആ പടം കാണാൻ വേണ്ടി തിയേറ്ററിലേക്ക് ഇടിച്ചു കുത്തിക്കീറുന്നു. പക്ഷെ അവർക്ക് കിട്ടിയതോ നിരാശ. ആ പടം കണ്ടതിന് ശേഷം ആളുകൾ പറയുന്ന മുടക്കിയ കാശെങ്കിലും അതിന്റെ പകുതിയെങ്കിലും അതിന്റെ നടനും പ്രൊഡ്യൂസറൊക്കെ ഒന്ന് തിരിച്ചെന്നാൽ കൊള്ളാമെന്നുണ്ട്. കാരണം ഓണത്തിന് വല്ല സദ്യയും കഴിക്കാൻ പറ്റുമായിരുന്നു. ഓണത്തിന് ലോട്ടറി എടുത്ത പ്രേക്ഷകർക്ക് ആ പൈസ പോയി കിട്ടി, ബമ്പർ അടിച്ചില്ല. ഗീതു മോഹൻദാസിന് അവാർഡ് ഒന്നും കൊടുത്താൽ പോരാ, കാണുന്നവർക്ക് കാണാത്തവർക്കെല്ലാം കൊടുക്കണം. നിങ്ങൾ ആ നാട്ടുകാരുടെ അഭിപ്രായം ഒന്ന് കേട്ടു നോക്കൂ, പ്രേക്ഷകരുടെ അഭിപ്രായം ഒന്ന് കേട്ടു നോക്കൂ. ഇപ്രാവശ്യം മാവേലി തമ്പുരാൻ സന്തോഷവാനായിട്ട് തിരിച്ചു പോകും കേരളത്തിൽ. 3 മണിക്കൂർ പ്ലക്ക് ഇത് മാത്രമേ ഉള്ളൂ. അതിനകത്ത് ഡെഡിക്കേഷൻ പോയി അച്ഛന് പ്ലക്കടാക്കി കാണിക്കാൻ എടുത്തു വെച്ച പടം. ഒരു അച്ഛന്റെ മനസ്സിലെ കഥകൾ നീറെ പറയുന്ന ഒരു അച്ഛൻ, അതാണ് ഈ ആഷി സിനിമയിൽ കാണാൻ പറ്റും. ടോക്സിക് എന്നുള്ള പേരിന് വരെ കിന്നാര തുമ്പികൾ എന്നാണ് ഇടേണ്ടത്. ടോക്സിക് കാണാം. ഗീതു മോഹൻദാസ് നല്ല പണ്ണലാണ് പണ്ണി വെച്ചേക്കണത്. കാണാൻ വരണ പയ്യന്മാരത് പറയണം, പ്രത്യേക ശ്രദ്ധയ്ക്ക് 4 ചട്ടിയെങ്കിലും ഇട്ടോണ്ട് വരണം. അല്ലാതെ ഈ പടം കാണാൻ പറ്റൂല. എന്ത് ഞാൻ എക്സ്പെക്ട് ചെയ്ത് വന്നോ 100% എന്റെ എക്സ്പെക്ടേഷൻ നീതി പുലർത്തി. കാരണം കാട്ടാവരാതെ എക്സ്പെക്ട് ചെയ്തൊന്ന് കാട്ടാവരാത്തിന്റെ മേലെ നിൽക്കുന്ന ഓണത്തിന് നമുക്ക് വന്ന് 3.5 മണിക്കൂറോളം ഇരുന്ന് സുഖമായിട്ട് തിയേറ്ററിനകത്ത് കിടന്ന് ഉറങ്ങാം. പീസുകളാണ് ഇതിൽ ഇറങ്ങിയിരിക്കുന്നത്. എന്തൊരു നടിമാരുടെ എന്തൊരു അഴകട കാണാൻ വേണ്ടി ഒരു കാര്യം പറയാം. പിന്നെ പീസുകൾ ഇറക്കുകയും ചെയ്ത് അതുപോലെ തന്നെ പടം കാണാൻ പ്രത്യേക ശ്രദ്ധയ്ക്ക് 5 ചട്ടിയെങ്കിലും ഇട്ടുകൊണ്ട് വരണം. എന്തൊക്കെയാണോ പറയുന്നത്? അങ്ങനെയൊക്കെ പറയാം. സ്ത്രീകളെ കുറിച്ച് അങ്ങനെയൊന്നും പറയാൻ പാടില്ല, അതൊക്കെ മോശമാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, അവർ കാണിച്ചു വെച്ചിരിക്കുന്ന ഇതാണ്, എങ്ങനെ പറയാതിരിക്കും അല്ലേ? നിങ്ങൾക്കറിയാമല്ലോ, ഈ ഒരു മാസ് ബോംബ് പടത്തിന്റെ സംവിധായിക ഒരു മലയാളിയാണ്, ഗീതു മോഹൻദാസ്. പക്ഷെ ഈ പടം അവർ സംവിധാനം ചെയ്തു. 500 കോടി ബഡ്ജറ്റിലുള്ള പടം. അത് പരാജയമായതിലല്ല, നെഗറ്റീവ് റിവ്യൂ വന്നതിലല്ല ഇപ്പം അവർ എയറിലായിരിക്കുന്നത്. അതിലുപരി കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ്, 2016 മമ്മൂട്ടി നായകനായി അഭിനയിച്ച ഒരു പടം കസബ. ആ സിനിമയുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു പ്രസ് മീറ്റിൽ തന്റെ സുഹൃത്ത് പാർവതി തിരുവോത്തിനോട് അന്ന് പറഞ്ഞ കാര്യമാണ് അതാണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ആ വിഷയം? ഒന്ന് നിങ്ങൾ ഈ വീഡിയോ ആദ്യം കണ്ടു നോക്കാം. Kasaba is a movie that I unfortunately watched, and with all due respect to all the technicians who worked in the film, I was definitely disappointed to watch an actor par excellence, whom many films of his have watched, who happened to say certain dialogues which were not only derogatory but most saddening to a woman in a scene. ഇത് എവിടെയെങ്കിലും കൂടെ കളാം. Fuck you. നോക്കാം. What? Madam, pardon me for not saluting you. I'll make it up to you. And I bet you'll walk wrong for a week. So when the hero says it, it's obviously glorified. So it gives the license for many other men to do the same thing. വീഡിയോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം പിടികിട്ടിട്ടാവും. ആ സിനിമയിലെ ചില രംഗങ്ങൾ സ്ത്രീകളെ ബഹുമാനിക്കാത്ത തരത്തിൽ, അല്ലെങ്കിൽ അവരെ ഒരു സെക്ഷൽ ഉപകരണമായി ട്രീറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു സീൻ ക്രിയേറ്റ് ചെയ്തു, അല്ലെങ്കിൽ ആ പടം മൊത്തത്തിൽ അങ്ങനെയാണ് എന്ന രീതിയിലാണ് അവർ ഈ പരാമർശം നടത്തിയത്. അതാണ് അതിൻ്റെ ഉദ്ദേശം. പക്ഷെ ഇന്ന് ഈ ടോക്സിക് എന്ന പടം റിലീസായപ്പോൾ എന്താണ് സംഭവിച്ചത്? അതിൻ്റെ ഒരു 10 ഇരട്ടിയെങ്കിലും പ്ലക്ക് പടം എന്നൊക്കെ നാട്ടുകാർ ഇപ്പോൾ പറയുന്നുണ്ട്, പുതിയ ട്രെൻഡിങ് അതാണ്. പക്ഷെ ആ തരത്തിൽ സ്ത്രീകളെ അണ്ണാക്കിലൊക്കെയാണ് തോക്ക് വെച്ച് പിടിക്കുന്നത്. അന്ന് ആ കാര്യത്തെ എതിർത്ത് സംസാരിച്ച, അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിച്ച ഗീതു മോഹൻദാസ് തന്നെയാണ് ഈ പടത്തിന്റെ സംവിധായിക. അതാണ് ഇപ്പോൾ ഏറെ വിവാദമായിരിക്കുന്നത്. നിലപാടില്ലായ്മ. ഇപ്പൊ എന്ത്, സ്ത്രീകൾക്ക് മാനാഭിമാനം ഇല്ലേ? അവിടെ ആ തരത്തിൽ യൂസ് ചെയ്യുന്നത്, സെക്ഷലായി യൂസ് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ യൂസ് ചെയ്യുന്നതിൽ നിങ്ങൾക്ക് പ്രശ്നമൊന്നും ഇല്ല എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്, പലരും ചോദിക്കുന്നത്. ഇതിന് ഒറ്റ കാര്യമുള്ളൂ, പണത്തിന് മീതെ പലതും പറക്കൂല. തനിക്ക് പേര്, പ്രശസ്തി, പണം വേണം. പണ്ടെന്തൊക്കെയോ പറഞ്ഞു, അത് അന്നത്തെ ചോരത്തളപ്പിനെ പറ്റിപ്പോയതാണ്. ഇന്ന് അത് നിങ്ങൾ കാര്യമാക്കണ്ട.
പക്ഷേ നാട്ടുകാർ വെറുതെ വിടില്ല, പ്രേക്ഷകർ വെറുതെ വിടില്ല. അവിടെ ഓരോ കാര്യങ്ങൾ ഓർത്ത് വെക്കുകയാണെങ്കിൽ സോഷ്യൽ മീഡിയയുടെ കാലമാണ്. KGF എന്ന ഒറ്റ ചിത്രത്തിലൂടെ കന്നഡ സിനിമയെ ഒരു പാൻ ഇന്ത്യൻ ലെവലിലേക്ക് ഉയർത്തിയ ഒരു നടനാണ്. അല്ലെങ്കിൽ ഈ കന്നഡ സിനിമകളൊക്കെ ആളുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയതിൻ്റെ ഒരു മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ യാഷ് എന്ന ഈ പ്രമുഖ താരമാണ്. അദ്ദേഹത്തിന്റെ ഒരു നാഴികക്കല്ല് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ പറ്റുന്ന സിനിമയാണ് KGF സീക്വൽ. എന്നാൽ ഒറ്റ പടത്തോടു കൂടി തന്നെ ആ ഹൈപ്പ് അങ്ങ് മാറിക്കിട്ടി. റോക്കി ബായ് ഇപ്പോൾ റോക്കറ്റ് ബായ് ആയി എന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്ത് ചെയ്യാം. എന്തായാലും ഈ പടത്തിന്റെ കോ റൈറ്ററും കോ പ്രൊഡ്യൂസറും ഒക്കെ യാഷ് തന്നെയാണ്. പിന്നെ വെങ്കട്ടാണ്, വെങ്കട്ട് നാരായണ. ഇനിയിപ്പം നാരായണ തന്റെ പൈസ പോയി. പക്ഷെ എനിക്കൊരിക്കലും ഈ കാര്യത്തിൽ ഇങ്ങനെ ആ പടം പൊട്ടിയതിൽ ഞാൻ സന്തോഷിക്കുന്നു എന്നൊന്നും ഞാൻ പറയില്ല. കാരണം അത് ഒരുപാട് പേരുടെ അധ്വാനമാണ്, ഒരു വ്യക്തിയുടെ അല്ല. ഒരു വ്യക്തിയോട് നമുക്ക് ചിലപ്പോൾ വിരോധം ഉണ്ടാകാം, അവരുടെ പെരുമാറ്റം, അവരുടെ നിലപാട്, അതിനെക്കൂടൊക്കെ എതിർപ്പുണ്ടാകും. പക്ഷെ അതിലുപരി അവരെ വിശ്വസിച്ച് ഒരുപാട് പേര് പണം ഇൻവെസ്റ്റ് ചെയ്തു, അത് നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ അവർക്ക് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടായി. അതുകൊണ്ട് അതിൽ സന്തോഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ നാട്ടുകാർക്ക് ഒരുപാട് പൈസ പോയി, അവർക്കും നിരാശയുണ്ടായി. ഇതുകൊണ്ട് ഗീതു മോഹൻദാസ് ഒരു മോശം സംവിധായികയാണ് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ അവർക്ക് ഒരു തിരിച്ചുവരവ് ഉണ്ടാകാം. അങ്ങനെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. പക്ഷെ അവർ കാണിച്ച പരിപാടി മോശം.